ആകാശവാണി വാർത്താ വീക്ഷണം. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ പ്രൗഢോജ്വല തുടക്കം. തയ്യാറാക്കിയത് NP മുരളീകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ദീപു SL. വർണ്ണാഭമായ ചടങ്ങുകളോടെ 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിലെ പനാജിയിൽ തുടക്കമായി. ഇനി ഒരാഴ്ചക്കാലം സമകാലിക ലോക സിനിമകൾ വിസ്മയം തീർക്കുന്ന കാഴ്ചയുടെയും ചർച്ചകളുടെയും ഇടമായി പനാജി മാറും. ലോകത്തെ ശ്രദ്ധേയ ചലച്ചിത്രകാരന്മാരുടെ സിനിമകളുടെ സ്ക്രീനിങ്ങിനും നിരവധി സിനിമകളുടെ ആദ്യ പ്രദർശനത്തിനും IFFI വേദിയാകും. ഇന്നലെ വൈകിട്ട് എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവ ഓഫീസിൽ നിന്ന് കലാ അക്കാദമിയിലേക്ക് സംഘടിപ്പിച്ച പരേഡോടുകൂടിയാണ് മേളയ്ക്ക് കൊടിയേറിയത്. ഇന്ത്യയുടെ ചലച്ചിത്ര പൈതൃകം, പ്രൊഡക്ഷൻ ഹൌസുകൾ, പ്രാദേശിക സംസ്കാരങ്ങളുടെ വൈവിധ്യം എന്നിവയെ ആഘോഷിച്ച ഫ്ലോട്ടുകൾ പരേഡിൽ അണിനിരന്നു. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ, കേന്ദ്ര നവപുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക്, ഗോവ ഗവർണർ അശോക് ഗജപതി രാജു, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു, ചലച്ചിത്ര അഭിനേതാക്കളായ അനുപം ഖേർ, നന്ദമുരി ബാലകൃഷ്ണ, ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 84 രാജ്യങ്ങളിൽ നിന്നുള്ള 270-ലധികം ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ 26 ലോക പ്രീമിയറുകളും 48 ഏഷ്യൻ പ്രീമിയറുകളും ഇന്ത്യയിൽ നിന്നുള്ള 99 പ്രീമിയറുകളും ഉൾപ്പെടുന്നു. 50-ലധികം സിനിമകൾ വനിതാ സംവിധായകരുടേതാണ്. കൂടാതെ 21 ഓസ്കർ എൻട്രികളും 50-ലധികം പുതുമുഖ സംവിധായകരുടെ സൃഷ്ടികളും ഗോവ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനെത്തും. IFFI ഓരോ പതിപ്പിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ പറഞ്ഞു. മുംബൈയിൽ നടന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് പോലുള്ള സംരംഭങ്ങൾ രാജ്യത്തുടനീളം വളർന്നുവരുന്ന സർഗാത്മക പ്രതിഭകളെ ശാക്തീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർഗാത്മക വിനിമയത്തിനും പുതിയ സഹകരണങ്ങൾക്കും ചലച്ചിത്ര മികവിന്റെ ആഘോഷത്തിനും IFFI അർത്ഥവത്തായ വേദിയായി മാറിയിരിക്കുന്നുവെന്ന് ഗവർണർ അശോക് ഗജപതി രാജു പറഞ്ഞു. ഗോവ ചലച്ചിത്രമേളയുടെ ആഗോള നിലവാരത്തെ പ്രശംസിച്ച അദ്ദേഹം ചലച്ചിത്ര സർഗാത്മകത വ്യവസായങ്ങളുടെ ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ പരമ്പരാഗത ചലച്ചിത്രമേളയുടെ അതിരുകൾ IFFI മറികടന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ആഗോളതലത്തിലെ സൃഷ്ടിപരമായ വിപ്ലവത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന സർഗാത്മകതയുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനമെന്ന പ്രമേയമാണ് IFFI 2025 ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് ചൂണ്ടിക്കാട്ടി. ചലച്ചിത്രമേള ഇന്ത്യൻ പ്രതിഭകളെ ആഗോള സാധ്യതകളുമായി ബന്ധിപ്പിക്കുന്നുവെന്നും ഗോവയെ ഇന്ത്യയുടെ സൃഷ്ടിപരമായ തലസ്ഥാനമാക്കുക എന്നതാണ് സ്വപ്നമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്ര മേഖലയിലെ 50 വർഷത്തെ മഹത്തായ സംഭാവനകളും തെലുങ്കു സിനിമയിലെ സമ്പന്നമാക്കിയതും മുൻനിർത്തി നടൻ നന്ദമുരി ബാലകൃഷ്ണയെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഗോവ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളാണ് ഉദ്ഘാടന പരേഡിന് നേതൃത്വം നൽകിയത്. ചലച്ചിത്ര പ്രവർത്തകരെ പരിപോഷിപ്പിക്കുകയും രാജ്യത്തുടനീളം ചലച്ചിത്ര മേഖലയിൽ നൂതന ആശയങ്ങൾ വളർത്തുകയും ചെയ്യുന്ന ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ 50 വർഷങ്ങൾ ആവിഷ്കരിച്ച നിശ്ചല ദൃശ്യം പരേഡിന് ചരിത്രപരമായ മാനം നൽകി. 100-ലധികം കലാകാരന്മാരെ അണിനിരത്തി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടോടി സ്വരലയ ആവിഷ്കാരം ഭാരത് ഏക് സൂർ പരേഡിലെ സവിശേഷതയായിരുന്നു. ഗബ്രിയേൽ മസ്കാരോയുടെ ബ്രസീലിയൻ സിനിമ ദ ബ്ലൂ ട്രെയിലാണ് 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത്. ചലച്ചിത്രമേളയുടെ ഭാഗമായ വേവ്സ് ഫിലിം ബസാർ കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നിർമ്മാതാക്കൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ മാർക്കറ്റ് പ്ലേസാണ് വേവ്സ് ഫിലിം ബസാർ. സ്ക്രീൻ റൈറ്റേഴ്സ് ലാബ്, വിപണി പ്രദർശനങ്ങൾ, വ്യൂവിംഗ് റൂം, കോ പ്രൊഡക്ഷൻ മാർക്കറ്റുകൾ എന്നിവയിലായി 300-ലധികം ഫിലിം പ്രോജക്റ്റുകൾ, സഹനിർമ്മാണ വിപണി വിഭാഗത്തിൽ 22 ഫീച്ചർ ഫിലിമുകൾ, 5 ഡോക്യുമെന്ററികൾ എന്നിവ ഫിലിം ബസാറിന്റെ ഭാഗമാണ്. ആകെ $20,000 ധനസഹായമാണ് ഫിലിം ബസാർ വാഗ്ദാനം ചെയ്യുന്നത്. ഈ മാസം 24 വരെ ഇത് പ്രവർത്തിക്കും. 7500ഓളം പ്രതിനിധികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. പനാജിയിലെ ഇനോക്സ് മൾട്ടിപ്ലക്സ്, കലാ അക്കാദമി എന്നീ വേദികളിലാണ് ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ക്യാൻ പാംഡിയോർ നേടിയ ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്, വെനീസ് ഗോൾഡൻ ലയൺ നേടിയ ജിം ജാർമുഷിന്റെ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ബെർലിൻ ഗോൾഡൻ ബെയർ നേടിയ ഡ്രീംസ്, ബുസാൻ ഫെസ്റ്റിവൽ പുരസ്കാരം സ്വന്തമാക്കിയ ഗ്ലോമിംഗ് ഇൻ ലുവോമു എന്നീ സിനിമകൾ ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണങ്ങളാണ്.
അന്താരാഷ്ട്ര മത്സര വിഭാഗം മികച്ച നവാഗത സംവിധായകന്റെ ചലച്ചിത്രം, ICFT യുനെസ്കോ ഗാന്ധി മെഡൽ, മഗാംബ്രെ ഡ്രീംസ്, ഡോക്യു മൊണ്ടാഷ്, പരീക്ഷണാത്മക ചലച്ചിത്രങ്ങൾ, യുനിസെഫ് റീസ്റ്റോർഡ് ക്ലാസിക്കുകൾ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾ ഉൾപ്പെടെ 15 മത്സരാധിഷ്ഠിതവും ക്യൂറേറ്റഡ് വിഭാഗങ്ങളും ചലച്ചിത്രമേളയിൽ ഉൾപ്പെടുന്നു. നടനും സംവിധായകനും എഴുത്തുകാരനുമായ രാകേഷ് ഓംപ്രകാശ് മെഹ്റയാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർമാൻ. 15 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. താമർ KV സംവിധാനം ചെയ്ത മലയാള ചിത്രം സർക്കിട്ട്, രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അമരൻ, സന്തോഷ് ധവാഗർ സംവിധാനം ചെയ്ത മറാഠി ചിത്രം ഗൊണ്ടാൽ എന്നിവയാണ് മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകൾ. 25 സിനിമകൾ ഈ വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തും. അമരനാണ് പനോരമയിലെ ഉദ്ഘാടന ചിത്രം. ഹിന്ദി ചിത്രമായ കക്കോരിയാണ് നോൺ ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. സർക്കിട്ട്, തുടരും, അജയന്റെ രണ്ടാം മോഷണം എന്നിവയാണ് ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ. മത്സര വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിന് സുവർണ മയൂരവും 40 ലക്ഷം രൂപയും പുരസ്കാരമായി ലഭിക്കും. മികച്ച സംവിധായകൻ, മികച്ച നടി, നടൻ, മികച്ച നവാഗത സംവിധായകൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. ജപ്പാനാണ് ഇത്തവണത്തെ കൺട്രി ഓഫ് ഫോക്കസ്. ജപ്പാനിൽ നിന്നുള്ള 6 ചിത്രങ്ങൾ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും. ജാപ്പാനീസ് ചിത്രം എ യൂസ്ഫുൾ ഗോസ്റ്റ് ആണ് മേളയിലെ സമാപന ചിത്രം. സമാപന ചടങ്ങിൽ ചലച്ചിത്ര ജീവിതത്തിലെ 50 വർഷം പൂർത്തിയാക്കുന്ന നടൻ രജനീകാന്തിനെ ഐക്കൺ ഓഫ് ഗോൾഡൻ ജൂബിലി അവാർഡ് നൽകി ആദരിക്കും. ഗുരുദത്ത്, രാജ് ഖോസ്ല, ഋതിക് ഘട്ടക്, P. ഭാനുമതി, ഭൂപൻ ഹസാരിക, സലിൻ ചൌധരി തുടങ്ങിയ ഇതിഹാസ ചലച്ചിത്ര പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ശതാബ്ദി വാർഷികത്തിൽ IFFI അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. സലിൻ ചൌധരിയുടെ മുസാഫിറും ഋതിക് ഘട്ടകിന്റെ സുവർണരേഖയും മേളയിൽ പ്രദർശിപ്പിക്കും. മാസ്റ്റർ ക്ലാസ് ഇൻ കോൺവെർസേഷൻ വിഭാഗത്തിൽ അന്താരാഷ്ട്ര സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും ചലച്ചിത്ര പ്രവർത്തകർ പ്രേക്ഷകരോട് സംവദിക്കും. അമീർ ഖാൻ, മുസാഫർ അലി, വിധു വിനോദ് ചോപ്ര, സുഹാസിനി, ഖുഷ്ബു, വിശാൽ ഭരദ്വാജ്, ശേഖർ കപൂർ തുടങ്ങി നിരവധി പ്രമുഖർ ഇതിൽ പങ്കെടുക്കും. ഇത്തവണത്തെ ചലച്ചിത്രോത്സവത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട AI ഹാക്കത്തോൺ. എഡിറ്റിംഗ്, സൗണ്ട്, ഫിലിം പൈറസി മേഖലകളിലെ AI സ്വാധീനത്തെക്കുറിച്ച് ഇതിൽ ചർച്ച ചെയ്യും. ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമാറോ, ദ നോളജ് സീരീസ്, സാംസ്കാരിക പ്രദർശനം, പാനൽ ചർച്ചകൾ, സംവേദനാത്മക പരിപാടികൾ എന്നിവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടക്കും. ഇനി ഒരാഴ്ചക്കാലം ഗോവയിലേക്ക് ചലച്ചിത്ര പ്രേമികളുടെ പ്രവാഹമായിരിക്കും. ലോകോത്തര നിലവാരമുള്ള കഥകളും കഥാപാത്രങ്ങളും വെള്ളിത്തിരയിൽ തീർക്കുന്ന വിസ്മയം ആസ്വദിക്കാൻ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ പ്രൗഢോജ്വല തുടക്കം. തയ്യാറാക്കിയത് NP മുരളീകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ.